തിരുവനന്തപുരത്ത് പുതുക്കുറിച്ചിയിൽ വള്ളം മറിഞ്ഞ മത്സ്യത്തൊഴിലാളിയെ കാണാതായി. ഐഷത്തുൽ ഷംനയും പ്രിൻസ് പി ജെയിംസും വി കെ സ്റ്റാലിനുമൊക്കെ വിവരങ്ങളുമായി ചേർന്നുണ്ട്. ആദ്യം ഷംനയിലേക്ക്. ഷംന, സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് മലയോര ജില്ലകളിലൊക്കെ കാര്യമായ മഴ പെയ്യുകയും വയനാട്ടിലൊക്കെ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ആ ബേലിപ്പാലത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന അറിയിപ്പുകൾ? ശ്രീജ, തീർച്ചയായും ഒരു ഇടവേളയ്ക്ക് ശേഷം കാലവർഷം വീണ്ടും ശക്തമാകുന്നു, കൂടുതൽ മഴ ലഭിക്കുന്നു എന്നതാണ് സാഹചര്യം. വീണ്ടും വിവിധ ജില്ലകൾക്ക് മുന്നറിയിപ്പുകൾ നൽകുന്നു. ഇന്ന് 3 ജില്ലകൾക്കാണ് ഇതുവരെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ മറ്റ് ജില്ലകൾക്കൊക്കെ യെല്ലോ അലേർട്ടുകളുണ്ട്. ഈ അലേർട്ടുകൾ ഇല്ലാത്ത ജില്ലകളിലും നേരിയ തോതിൽ മഴ ലഭിക്കുന്നുണ്ട് എന്നതാണ് സാഹചര്യം. ഇന്ന് എന്തായാലും 3 ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ട്. അത് ഇടുക്കി ജില്ലയ്ക്കും ഒപ്പം തന്നെ മലപ്പുറം ജില്ലയ്ക്കും വയനാട് ജില്ലയ്ക്കുമാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള മറ്റ് എല്ലാ ജില്ലകൾക്കുമാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ അടുത്ത 2 ദിവസം കൂടി അതിശക്തമായ മഴയുണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. ഒപ്പം തന്നെ മഴ വരും ദിവസങ്ങളിലും അത് തുടരുമെന്നതാണ് മുന്നറിയിപ്പ്. മാത്രവുമല്ല, ബംഗാൾ ഉൾക്കടലിൽ ഒരു പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. അതാണ് വീണ്ടും മഴ ശക്തമാവാൻ കാരണമായത്. അതിനു പുറമെ ഈ ഒഡീഷ തീരത്ത്, ബംഗാൾ തീരത്തും ഒക്കെ ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് വൈകുന്നേരത്തോടു കൂടി ഇത് തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ വൈകുന്നേരത്തോടു കൂടി മഴ കൂടുതൽ ശക്തിപ്പെടുമെന്നതാണ് മുന്നറിയിപ്പുള്ളത്. ഒപ്പം തന്നെ 50 കിലോമീറ്റർ വേഗതയിൽ വീശിയടിക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയോര മേഖലകളിൽ അതിശക്തമായ മഴയാണ് മുന്നറിയിപ്പുകൾ പ്രഖ്യാപിക്കുന്നുണ്ട്. അതായത് ഈ രാത്രികാല യാത്രകൾക്ക് നിരോധനം ഏർപ്പെടുത്തുന്നുണ്ട്. ഒപ്പം വയനാട് ജില്ലയുടെ സാഹചര്യം നമ്മൾ നേരത്തെ കണ്ടതാണ്. വയനാട് ജില്ലയിൽ ഈ ഇത്തവണത്തെ കാലവർഷം ആദ്യം എത്തിയപ്പോൾ തന്നെ പ്രത്യേകിച്ച് വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കൊക്കെ അതിതീവ്ര മഴ മുന്നറിയിപ്പായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് കൂടുതൽ മഴ പെയ്യുകയും അതിശക്തമായ കാറ്റും ഒക്കെ ആയിരുന്നു ഈ മേഖലകളിൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് വടക്കൻ കേരളത്തിന്റെ ഒരു സ്ഥിതി. അതിശക്തമായ മഴ ലഭിക്കുന്നു. ഒപ്പം തന്നെ നദികളിലൊക്കെ ജലനിരപ്പ് ഉയരുന്നു എന്നതാണ് സാഹചര്യം. ഇതുകൊണ്ട് തന്നെ നദീതീരത്തിലുള്ളവർക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വയനാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലടക്കം ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം അത് കഴിഞ്ഞതിന് ശേഷം വയനാട് ഒരു തരത്തിൽ അവര് വീണ്ടും ജീവിച്ചു തുടങ്ങുകയായിരുന്നു. പക്ഷേ ഇത്തവണത്തെ മഴയിൽ അത് വീണ്ടും ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടെ അവിടെയൊക്കെ മേഖലകളിലൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം രാത്രികാല യാത്രകൾക്ക് നിരോധനമുണ്ട്. ഒപ്പം ഈ നദികളിൽ ക്രമാതീതമായ ജലനിരപ്പ് ഉയരുന്നു എന്നതാണ് സാഹചര്യം. ഡാമുകളുടെയൊക്കെ ഷട്ടറുകൾ തുറക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ മുന്നറിയിപ്പുകൾ ഇപ്പോൾ പുതുതായി വരുന്നുണ്ട്. ഒപ്പം തന്നെ വരും ദിവസങ്ങളിൽ ഈ കള്ളക്കടൽ പ്രതിഭാസത്തിനടക്കം സാധ്യതയുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെ ജില്ലകളിൽ വീണ്ടും മുന്നറിയിപ്പുകൾ വരുന്നു. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു എന്നതാണ് സാഹചര്യം. ഒപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിക്കുന്നുണ്ട്. ശക്തമായ മഴയെ തുടർന്ന് ഇന്ന് 3 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധിയുള്ളത്. തൃശ്ശൂര്, ഇടുക്കി, വയനാട് ജില്ലകളിലും കോതമംഗലം, ഇരിട്ടി താലൂക്കുകളിലുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധിയുള്ളത്. ഒപ്പം തന്നെ ഈ മേഖലകളിൽ നേരത്തെ നിശ്ചയിച്ച പരീക്ഷകളൊക്കെ പഴയപടി തന്നെ നടക്കും. അതിലൊന്നും മാറ്റമുണ്ടാവില്ല. പക്ഷേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം കാലവർഷം സംസ്ഥാനത്ത് ശക്തമാകുന്നു എന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. ശ്രീജ.